വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. മുറുക്ക്. ഇത് മുറുക്ക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയ ഒരു രീതിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. എന്താ പറയുക, ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഈ ഒരു മുറുക്കിന്. നല്ലൊരു ക്രിസ്പിയും എന്താ പറയുക, നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളത് തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അരിപ്പൊടി കൊണ്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു നാടൻ മുറുക്കിൻ്റെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു 1/4 കപ്പോളം ഉഴുന്ന് പരിപ്പാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തതാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ, നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. എന്താ പറയുക, നമ്മൾ ഇത് കടിച്ച് നോക്കുമ്പോൾ നല്ല പൊട്ടുന്ന രീതിയിൽ ആ ഒരു രീതിയിലെടുക്കണം. ഇതുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ. ഇത് ഒരുപാട് ആയിട്ടില്ല. വീഡിയോയുടെ ആ ഒരു എന്തിലാണ് ഇത്രയും കളറായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ചൂട് ഒരു ഇതൊക്കെ ആറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഞാനൊരു മറ്റൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഒരു മിക്സിയിൽ തന്നെ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി, ഒരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2 ചേർത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ 3 4 ചേർക്കാം. ഒന്ന് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതേ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ആദ്യം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1/2 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെയും വെളുത്തുള്ളിയും ജീരകം കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എല്ലാം ആ ഒരു മിക്സിയുടെ ജാർ നന്നായിട്ട് വടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട കായമാണ്. ഇത് കണ്ടോ, ഇത് ഒരു ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. ഒരുപാടൊന്നും വേണ്ട, 1/4 ടീസ്പൂണോളം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക്, ഇത് ഓപ്ഷണലാണ്, കാശ്മീരി ചില്ലി, ഒരു നല്ലൊരു കളറും ചെറിയൊരു എരിവും കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളമാണ്, നന്നായിട്ട് തിളച്ച വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളച്ച വെള്ളം വേണം കേട്ടോ, എന്നാലേ ആ ഒരു നമ്മുടെ ആ മാവ് നന്നായിട്ടൊന്ന് വേവുള്ളൂ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കരുത്. ഒരു 1.5-2 കപ്പോളമാണ് ഞാൻ തിളപ്പിച്ചെടുത്തത്. അപ്പം നമ്മളുടെ ഓരോ പൊടിയുടെ ഇതനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ പൊടിക്ക് വെള്ളം കൂടി പോയെങ്കിൽ ആ ഒരു കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ ആ ഉഴുന്ന് പരിപ്പ് പൊടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അത് ആദ്യം തന്നെ കുഴച്ച് ഇട്ട് കൊടുക്കരുത്. നമ്മളിത് കുഴച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്താ പറയുക, വെള്ളം അഥവാ കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പ് ഇട്ടതിന് ശേഷം മാത്രം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു കൈ കൊണ്ട് ഇതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പം കയ്യിലൊട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വന്നാൽ ഇത് നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ടെന്നാണ്. അപ്പം ഒട്ടും തന്നെ വെള്ളമൊന്നും കൂടി പോയിട്ടില്ല. അഥവാ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ബട്ടർ, ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുത്ത എള്ള്, അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് എന്താ പറയുക, ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ അരക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ വീണ്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ എല്ലായിടത്തും ആകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ കൈ കൊണ്ടൊക്കെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇപ്പോൾ കറക്റ്റ് കണ്ടോ, നമുക്കത് കാണുമ്പോൾ അറിയാം. നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ പാകം ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അതേ ഞാൻ അച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാറിൻ്റെ അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചിലേക്ക് നിറച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ എല്ലാം നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ ആ മൂടിയിട്ട് അടച്ചിട്ട് നമുക്കിത് എന്താ പറയുക, നുറുക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് ആ ഒരു ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വലുത് വേണോ ആ രീതി അത്രയും ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും വലുതാക്കുന്നില്ല, ഒരു നോർമൽ സൈസിലാണ്. അപ്പോൾ ഇതേ കണ്ടോ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ചിലപ്പോൾ ആദ്യം ഒന്നും കറക്റ്റ് രീതിയിൽ ആവില്ല കേട്ടോ, പക്ഷേ 1-2 ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് ഒരു ബോൾസ് പോലെ ഇട്ട് കൊടുക്കുന്നത്, അത് പൊങ്ങി വരുവാണെങ്കിൽ കറക്റ്റ് എണ്ണ പാകമായി വന്നിട്ടുണ്ട് എന്നാണ്. ഇത് വേറൊരു രീതിയിലും കൂടി കാണിക്കാമല്ലോ. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ചുറ്റിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ കണ്ടോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് പതിയെ റോൾ ചെയ്തെടുക്കുക. പതിയെ റോൾ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പൊക്കെ പോകും. അപ്പോൾ കണ്ടോ, അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെയ്യുമ്പം വളരെ സോഫ്റ്റായിട്ട് ചെയ്യുക, കാരണം അതിൻ്റെ ആ ഒരു ഷേപ്പ് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ 4 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് എണ്ണ എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ചെറിയൊരു പാനിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കളറാക്കി എടുക്കുക. ഇപ്പം ഒരുവിധം എന്താ പറയുക, ഈ ഒരു കളറിൽ തന്നെ മതിയെങ്കിൽ ഇത് പെട്ടെന്ന് എടുക്കുക. ഒന്നും കൂടി നല്ലൊരു ബ്രൗൺ കളറാണെങ്കിൽ കുറച്ചും കൂടി എടുത്തിട്ട് എന്താ പറയുക. അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ എടുക്കുകയാണ് കേട്ടോ. ഇത്രയും കളർ മതി, അതുകൊണ്ട് ഈ ഒരു ടൈമിൽ എടുക്കുകയാണ്. നമ്മൾ കൂടുതൽ ഫ്രൈ ആകുമ്പോൾ കൂടുതൽ കളറും മാറി വരും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, എണ്ണ ഒന്ന് ചൂടാവണം, കാരണം എണ്ണ ഒരിക്കലും കുറച്ച് വെക്കരുത്. എണ്ണ തിളച്ച പടി തന്നെ നിൽക്കണം. അപ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സമയത്ത് 4 എണ്ണം കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. എന്നിട്ട് ഒരുവിധം ആയി കഴിയുമ്പം 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് എടുക്കുക. കണ്ടോ, ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എണ്ണ നല്ലോണം തിളച്ചിരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു കളറ് ആകുമ്പം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പക്കാവട ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഇതിലും കൂടുതലുണ്ട് കേട്ടോ, കുറച്ച് ഞാൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്രയുണ്ടെന്ന് ഞാൻ എണ്ണ നോക്കിയില്ല, പക്ഷേ നല്ല ഒരുവിധം ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെയുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പിയാണ് കേട്ടോ. നമ്മളിത് കണ്ടോ, നല്ലതുപോലെ പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് വരുമ്പോൾ തന്നെ അറിയാം നമുക്ക് പെർഫെക്റ്റായി വന്നിട്ടുണ്ടെന്ന്. ഇതിൻ്റെ സ്വാദാണെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. നമ്മൾ വെളുത്തുള്ളിയും ആ തേങ്ങയും ജീരകം കൂടി അരച്ച് ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. അങ്ങനെ അരച്ച് ചേർക്കുന്നതും അല്ലാത്തതും നിങ്ങളൊന്ന് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഡിഫറൻസ്. അപ്പം ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.